വന്നതേ ഉള്ളൂ. ഞങ്ങൾ സന്ധ്യാ നമസ്കാരത്തിന് പള്ളിയിൽ പോയിട്ട് വരാം. നാളെ ദുഃഖവെള്ളിയാഴ്ചയാണ്. ഈ ഒരാഴ്ച ഒരു ദിവസമെങ്കിലും സന്ധ്യയ്ക്ക് പള്ളിയിൽ പോകണമെന്ന് വിചാരിച്ചതാണ്. ദിവസം ഓരോരോ കാര്യങ്ങൾ വന്ന് നമുക്കത് നടക്കാതെ പോയി. പ്രത്യേകിച്ച് തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയൊക്കെ പോകണമെന്ന് വിചാരിച്ചതാണ്. മഴ നമ്മളെ ചതിച്ചു. പിന്നെ അത് കഴിഞ്ഞുള്ള ദിവസം വേറെ കുറേ കാര്യങ്ങൾ വന്നു. ഇന്നെങ്കിലും ഒന്ന് പോകണമെന്ന് വിചാരിച്ചാണ് രാവിലെ ഇവിടുന്ന് പോയത്. അപ്പോൾ പോയിട്ടും വരാം. അവർ രണ്ടുപേരും ഇങ്ങനെ നിൽക്കുക. ഞാനൊന്ന് കുളിക്കട്ടെ. സൂപ്പർ മാർക്കറ്റിൽ ഒന്നും കയറിയില്ല. പോയി കുളിച്ചിട്ട് പോയേച്ച് വരാം കേട്ടോ. ഞാൻ എന്തോ ഇടുവെന്ന് ഓർക്കുമായിരുന്നു. പിന്നില്ലേ ഈ പാൻറ് കെട്ടി. പ്രിയങ്ങളെ, അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അത് വെച്ചാൽ ഇല്ല, വണ്ടിക്കകത്ത് താക്കോൽ. സഹാപ്പം ഉണ്ടാക്കിയില്ല. ആർക്കാ? എനിക്ക് നേർച്ച ആരെങ്കിലും തരുമല്ലോ. മാമിയുടെ ഉടുപ്പ് കൊള്ളാവോ? എന്തുവാ വലിയ മൗന? പള്ളിയിലെ കഴിഞ്ഞ് ജാനിക്കുട്ടിയുടെ അടുക്കലോട്ട് പോയതാണ്. അപ്പം പള്ളിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തൊട്ട് നെഞ്ചിനകത്ത് വേദനയുണ്ടെന്നൊക്കെ മുത്ത് പറഞ്ഞ്. അപ്പോൾ അവിടെ പോയിരുന്നൊരു കാപ്പിയൊക്കെ കുടിച്ചു ചൂടോടെ. പക്ഷേ ഒരു വ്യത്യാസവും ഇല്ല, വേദന എടുക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പിന്നെ ഞാനിങ്ങോട്ട് കൊണ്ടുപോരുന്നു. ഡ്യൂട്ടി ഡോക്ടർ ഉണ്ടായിരുന്നു. ECG എടുക്കാൻ പറഞ്ഞ് ഇങ്ങോട്ട് വന്നതാണ്. കുഴപ്പമൊന്നുമില്ല, വേരിയേഷനോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. പിന്നെ ചെസ്റ്റിൻ്റെ അടിഭാഗത്തൊരു ചെറിയ നീർക്കെട്ട് പോലെ ഉണ്ട്, അതിൻ്റെയാണ് വേദനയെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് മരുന്നൊക്കെ വാങ്ങിച്ച് ഇവിടെ ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയതാണ്. എരിവുണ്ട്. ഇന്ന് കാണുന്നോ? സമയമുണ്ടോ? ഇനി ഈ ചെവിക്കാൻ, ഈ ചെവി. എനിക്ക് രണ്ട് കൂട്ട് എന്നിട്ട് പ്ലെയിൻ മതിയോ? എടാ നമുക്ക് നീ വേഗം എനിക്ക് ഗ്രേ മതിയല്ലോ. അമ്മ പറഞ്ഞ ഗ്രേ അടിച്ചോ. നീ അടിച്ചോ. ഐസ്ലാൻഡ് എനിക്ക് കവറ് വേണ്ടാന്ന് പറയക്കളെ. വേണ്ട മോനെ, വേണ്ട. കുഞ്ഞാ ടാറ്റാ. ടാറ്റ. നാളെ കാണാം. പിന്നെ അവിടെ എന്താ വിളിക്കത്തില്ല.
ഫാൻ ഇടുവോ? ഫാൻ ഇട്, ഫാൻ ഇട്, ഫാൻ ഇട്. വയ്യാത്തൊരു കുമ്പിടണ്ടല്ലോ. അല്ല മുട്ട് കുത്തി കുമ്പസാരിക്കാൻ കുമ്പസാരിക്കാൻ കസാര ഇട്ട് തരത്തില്ലേ? എന്തുവാ അത്? അവന് തുറക്കാനൊക്കത്തില്ല. തുറന്നോ? ലൈറ്റ് ഇട്. എന്നിട്ട് ഇത് വന്ന് മേടിച്ചോളൂ. ഞാൻ അകത്തിരിക്കും സാധനം. എൻ്റെ പ്രിയങ്ങളെ, സന്ധ്യാനമസ്കാരത്തിന് പോയതാ. സന്ധ്യാനമസ്കാരത്തിന് പോയിട്ട് ഇറങ്ങിയപ്പോൾ തൊട്ട് ഒരാൾക്ക് നെഞ്ചിനകത്ത് വേദന എടുക്കുന്നെന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര പ്രശ്നം. പിന്നെ മാമിയുടെ അടുക്ക പോയി. അവിടെ ചെന്ന് എന്താ പറഞ്ഞേ, കാപ്പിയോ ചായ എന്താണ്ട് കുടിച്ചു. എന്നിട്ട് ഒരു ജലൂസിലെടുത്ത് കഴിച്ചു. എന്നിട്ടും ഒരു പിന്നെ ഞങ്ങളങ്ങ് ആശുപത്രി കൊണ്ടുപോയി. ഞാനങ്ങ് ആശുപത്രി കൊണ്ടുപോയി. പിന്നെ എന്തോ കൈ പെരുക്കുന്നു, ആകെപ്പാടെ ബഹളമായി. ഇതെല്ലാം കൂടെ കേട്ടപ്പോൾ എനിക്ക് അങ്കലാപ്പായി. പിന്നെ ഞങ്ങൾ രണ്ടുപേരുടെ ഹോസ്പിറ്റലിൽ പോയി. ECG എടുത്തു. ECGക്കകത്ത് പ്രശ്നമൊന്നുമില്ല. എന്താ കാർഡിയോളജിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രശ്നവുമില്ല. ഇവിടെ ഇങ്ങനെ ഈ നെഞ്ചിൻ്റെ താഴെ ഒരു ഡോക്ടർ പരിശോധിച്ചപ്പോൾ ഒരു നീർക്കെട്ട് പോലെ ഉണ്ട്. ഇവിടെ ഇടയ്ക്ക് ഒരു പറയുന്ന എന്താ പാറക്കുളം, ഒരു തോടാണ്. അതിനകത്ത് കുറേ പാറകൾ, അതിനകത്ത് വെള്ളം ഒഴുക്കുണ്ട്. ആ ഒഴുക്കിനകത്ത് നീന്താൻ പോകും കൂട്ടുകാരൊക്കെ വരുമ്പോൾ. കഴിഞ്ഞ ദിവസം അങ്ങനെ പോയായിരുന്നു. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും. അങ്ങനെ എന്തെങ്കിലും എക്സർസൈസ് ചെയ്യുമ്പോൾ അങ്ങനെ നീർക്കോള് വരും. അതിൻ്റേതാണെന്ന് പറഞ്ഞു. വേറെ കുഴപ്പമൊന്നുമില്ല. വേദനയുടെയും ഗ്യാസിൻ്റെയൊക്കെ ഗുളിക തന്നു. ഞങ്ങൾ പിന്നെ തിരിച്ചു വന്ന് മോനുകുട്ടനെ വിളിച്ചുകൊണ്ട് ഇങ്ങോട്ട് വന്ന് കയറിയതേ ഉള്ളൂ. ഓരോ ദിവസവും എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കാണും താമസിക്കാൻ. ഇന്നെന്നാ നേരത്തെ വന്ന് പള്ളിയിലും പോയിട്ട് വന്ന് സമാധാനത്തെ ഇവിടെ ഇരിക്കാമെന്ന് വിചാരിച്ചതാണ്. ഇന്നിപ്പോൾ ഇങ്ങനെയായി. അപ്പോൾ പിന്നെ സമയം കുറേയായി, 9:30 മണിയായി. ഇനിയിപ്പം ഉള്ള ചോറും കൂട്ടാനും ഒക്കെ കഴിച്ചിട്ട് കയറി കിടക്കാം. മോനുകുട്ടൻ അവിടുന്ന് ഫുഡ് കഴിച്ചു. പിന്നെ ഇവിടെ ഇച്ചിരി ചോറ് ഇരിപ്പുണ്ട്. രാവിലെ ഞാൻ സാമ്പാർ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അമ്മ ഏത്തയ്ക്ക മെഴുക്കുവരട്ടി വെച്ചതും പഴുത്ത മാങ്ങ കറിയൊക്കെ തന്നിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ഇന്നിപ്പം ഇതൊന്നും വേണ്ട. മാമിയും കപ്പ, ഈ തോരൻ പോലെ വെക്കുന്ന കപ്പയില്ല, അതൊക്കെ വേവിച്ചായിരുന്നു. അതും എനിക്ക് തന്നു. അപ്പോൾ ഇന്നിപ്പം ഉള്ളതൊക്കെ കൂട്ടി കഴിക്കാം. നാളെ വെള്ളിയാഴ്ചയാണ്, പള്ളിയിൽ പോകണം. രാവിലെ 8 മണിക്ക് തുടങ്ങും. അപ്പോൾ എന്താ പറയുന്നത്, ഇന്നത്തെ ദിവസം ഇങ്ങനെയൊക്കെ അങ്ങോട്ട് പോയി. ഇന്ന് മഴയൊന്നും പെയ്തില്ല. മഴക്കോളുണ്ട്, നല്ല ചൂടുമുണ്ട്. പക്ഷെ മഴ പെയ്തില്ല. വന്ന വഴിക്ക് ഒരു മസാല ചായ കുടിച്ചു. നല്ല ചായ ആയിരുന്നു. നല്ല കടുപ്പോ, നല്ല മസാലയുടെ ടേസ്റ്റൊക്കെ ഉള്ള, നമ്മുടെ ഈ എന്താ കറുവപ്പട്ടയൊക്കെ എന്തൊക്കെ അങ്ങനെയുള്ള എന്തൊക്കെയോ ഗ്രാമ്പും ഒക്കെ ചേർത്ത് ഒരു നല്ല രുചിയുള്ള ചായ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ചൂടോടെ നല്ല കടുപ്പത്തിൽ അതങ്ങോട്ട് കുടിച്ചപ്പം ഒരു ആശ്വാസമൊക്കെ തോന്നി. ഡ്രസ് മാറും. അത് വീട്ടിലിടാനുള്ളതല്ല. നാളെ പള്ളി കൊണ്ടുപോകാനുള്ള എല്ലൊക്കെ എടുത്തു വെക്കണം. അപ്പം നാളെ വെള്ളിയാഴ്ചയുടെ ശുശ്രൂഷയ്ക്കൊക്കെ പോയിട്ട് 4 മണിയോളം ആവും നമ്മൾ തിരിച്ചു വരാൻ. 4 മണിയൊക്കെ ആവും. 3:30 ആവും. കയ്പ് നീരൊക്കെ കുടിക്കാം, കഞ്ഞി കുടിക്കാം, അതൊക്കെ പറഞ്ഞ് പ്രലോഭിപ്പിച്ചോണം. കയ്പ് നീര് കുടിക്കാൻ മോനുകുട്ടിന് മടിയൊന്നുമില്ല. എത്ര വേണേ കുടിക്കാം. എന്തോ പൈപ്പിൽ വെള്ളം ഉണ്ടല്ലോ? ആ ഉണ്ട്. വാഷിംഗ് മെഷീനിൽ വെള്ളം വരുന്നില്ല. അത് പൂട്ടിയേക്ക് വന്നു. ഇനി പിന്നെ എന്റെ ഡ്രസ്സ് അങ്ങനെ കൊള്ളാം. ഞാനിത് മീഷോയിൽ നിന്ന് എടുത്തതാ കേട്ടോ. വലിയ റേറ്റ് ഒന്നുമില്ല. ഞാനിത് ടാഗ് ചെയ്യാനെങ്ങനെ പറ്റുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പറ്റുമെങ്കിൽ എനിക്ക് അതെങ്ങനെ ടാഗ് ചെയ്യുന്നതെന്ന് പറഞ്ഞു തരണേ. പ്രൊഡക്റ്റോ? ആ, ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്താൽ മതി. പക്ഷെ അത് എങ്ങനെ, ഞാൻ മറന്നുപോയി. ഞാൻ ഇപ്പൊ ഈ പ്രൊഡക്റ്റ് നമ്മൾ ആഗ്രഹിക്കുന്ന പ്രൊഡക്റ്റ്, അതിനകത്ത് കുറച്ച് ടാഗ് ചെയ്യുന്ന പ്രൊഡക്റ്റ് വരും. അതല്ല, ഈ പ്രൊഡക്റ്റ് ടാഗ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. അപ്പൊ അത് പറ്റുമെങ്കിൽ ചെയ്യും. നല്ല വലിയ റേറ്റ് ഒന്നുമില്ല. എത്രയാണെന്ന് കറക്റ്റ് ഓർമ്മയില്ല. എന്നാലും നല്ല രസമാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. പ്രിയങ്ങൾ നല്ല പ്രിന്റും നല്ല കളറും നല്ല എന്താ പറയുക സ്റ്റിച്ചിങ്ങും ഒക്കെ ആയിട്ട് അടിപൊളിയായിട്ടുണ്ട്. എല്ലാ കളറും ഉണ്ട് ഇതിൻ്റെ. ഇതെനിക്ക് ഈ കളർ അധികം ഇല്ല, ഇഷ്ടമാണ് ഈ കളർ. അതുകൊണ്ട് വാങ്ങിച്ചതാട്ടോ. കൊള്ളാമെന്ന് പറയണേ.
ഒരാൾ ഗ്രീൻ ടീ ഒക്കെ ഇട്ടുകൊണ്ട് പോയിട്ടുണ്ട്. ഞാൻ ഇച്ചിരി ചോറ് ചൂടാക്കി പ്രിയങ്ങളെ ഞാൻ കഴിക്കാൻ പോവാണ് കേട്ടോ. മോനുകൂട്ടം കഴിച്ചതാണ് മിനി ചോറും മാമി തന്ന കപ്പയും രാവിലത്തെ സാമ്പാറും ഒക്കെ കൂട്ടി ഞാൻ കഴിക്കട്ടെ. കപ്പ നമ്മൾ ഈ വേവാത്ത കപ്പ തോരൻ വെക്കത്തില്ല, അതായത് കേട്ടോ. എന്നോട് പറഞ്ഞു മത്തിത്തോരനൊക്കെ ഉണ്ട് കഴിച്ചിട്ട് പോയി. ഞാൻ പറഞ്ഞു വേണ്ട, നാളത്തെ ഇടമൊക്കെ കഴിയുമ്പോൾ നമ്മൾ വീണ്ടും ആക്റ്റീവ് ആകുമല്ലോ, അന്നേരം കഴിക്കാം അല്ലേ. ചോറെടുത്തിട്ടുണ്ട്. കപ്പ ഇങ്ങനെ ഇങ്ങനെ അരിഞ്ഞിട്ട് തോരനാക്കിയതാ കേട്ടോ. ഇച്ചിരി എടുക്കട്ടെ. ഇത് മാമി അരിയൊക്കെ വറക്കും കേട്ടോ. കടു വറക്കുന്നതിൻ്റെ കൂട്ടത്തിൽ അരിയൊക്കെ പൊരിച്ചിട്ട് അങ്ങനെയാണ് ഇത് തോരൻ വെക്കുന്നത്. പച്ചക്കറികളൊന്നും ഇല്ലാത്തൊരു സാമ്പാറാണ്. ഉരുളക്കിഴങ്ങും തക്കാളി ക്യാരറ്റ് അതൊക്കെ കേട്ടോ. ഒരുപാട് പച്ചക്കറികൾ നമുക്കിവിടെ അനുവദനീയമല്ല. ഇത് മാമി തന്ന ഇഞ്ചിക്കറി കേട്ടോ. മാമി ഇഞ്ചിക്കറി തന്നത് കുഞ്ഞോൻ്റെ പിറന്നാളിൻ്റെ അന്നത്തെ, അത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ. ഇത് പയറും ഇതും കൂടെ തോരൻ വെച്ചത്, അത് ഒടിച്ചിട്ട് എടുക്കും. അപ്പോൾ ഇന്നത്തെ അത്താഴം വിളമ്പി കഴിക്കട്ടെ. സന്ധ്യയ്ക്ക് ഞാൻ വല്ലാതെ മനപ്രയാസപ്പെട്ടു പ്രിയങ്ങളെ. ഓരോ സങ്കടങ്ങൾ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നങ്ങ് നമ്മുടെ തോളയിലോട്ട് ചാടിയും കയറുമല്ലേ. അയ്യോ, നമ്മുടെ അവസ്ഥ എന്തുവാന്നോ നമുക്ക് താങ്ങാൻ പറ്റുന്നെന്നോ എന്തെങ്കിലും അവർക്ക് വിചാരമുണ്ട്. ഓടി വരിക, ചാടി കയറുക. അപ്പോൾ കഴിക്കട്ടെ പ്രിയങ്ങളെ, കഴിച്ചിട്ട് ഞാൻ കിടക്കട്ടെ. വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ വൈകുന്നതിനും പാചക വീഡിയോ ഇടാത്തതിനും ഒക്കെ എല്ലാവരും വഴക്ക് പറയുന്നുണ്ട്. പറ്റുന്ന പോലെയൊക്കെ ഞാൻ വീഡിയോ ഇടും. നമ്മളിതെല്ലാം കഴിഞ്ഞ് ആക്റ്റീവായിട്ട് വരുന്ന ഒരു സമയമുണ്ട് പ്രിയങ്ങളെ. വെയിറ്റിംഗ്. ഓക്കെ, ടാറ്റാ. ഓക്കെ, ബൈ ബൈ, സീ യു. കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.